everyone, welcome to Disha Academy. Disha അക്കാഡമിയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ 120 ഗ്രാമർ റൂൾസിന്റെ ബാക്കിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു 5 റൂൾസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ് ഒന്ന് വാച്ച് ചെയ്യുക. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th റൂളാണ്, 6ാമത്തെ റൂളാണ്. ആ റൂൾ എന്ന് പറയുന്നത് ജനറൽ യൂസേജ് ഓഫ് ദ ഫ്രേസ് വൺ ഓഫ് ദ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസിന്റെ ഉപയോഗം, വൺ ഓഫ് ദയുടെ ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമ്മൾ വൺ ഓഫ് ദ വന്നാൽ ഒരു സെന്റൻസിൽ വൺ ഓഫ് ദ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് സ്ട്രക്ചറിലാണ് അല്ലെങ്കിൽ ഏത് പാറ്റേണിലാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം വൺ ഓഫ് ദ സ്ട്രക്ചർ, നമുക്ക് എല്ലാവർക്കും അറിയാം. വൺ ഓഫ് ദ വന്നാൽ അതിനോടൊപ്പം വരുന്ന നൗൺ എപ്പോഴും അല്ലെങ്കിൽ സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം. അതിനോടൊപ്പം ചേർന്ന് വരുന്ന സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറലും വെർബ് എപ്പോഴും സിംഗുലറും ആയിരിക്കണം. അപ്പൊ എങ്ങനെ ആയിരിക്കണം? വൺ ഓഫ് പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. വൺ ഓഫ് ദ റൂൾ എങ്ങനെയാണ്? വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. അപ്പൊ വൺ ഓഫ് ദ റൂൾ എങ്ങനെയാണ്? വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. വൺ ഓഫ് ദ റൂൾ എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ്? വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. ഇനി ചെറിയൊരു വ്യത്യാസം അവിടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് ഹൂ, ഹൂം, ദാറ്റ് പ്ലസ് പ്ലൂറൽ വെർബ്. അതായത് ഇവിടെ ഈ പ്ലൂറൽ നൗണിന് ശേഷം ദാറ്റ് എന്നോ വിച്ച് എന്നോ ഹൂ എന്നോ ഉള്ള റിലേറ്റീവ് പ്രോനൗൺ ഏതെങ്കിലും വന്നാല്, ഏതാണ്? വൺ ഓഫ് ദ ശേഷം പ്ലൂറൽ നൗണിന് ശേഷം ഹൂ എന്നോ വിച്ച് എന്നോ ദാറ്റ് എന്നോ പറയുന്ന ഏതെങ്കിലും റിലേറ്റീവ് പ്രോനൗൺ വന്നാൽ അതിനുശേഷം പ്ലൂറൽ വെർബ് മാത്രം യൂസ് ചെയ്യുക. കോൺസെപ്റ്റ് നമ്പർ 2. കോൺസെപ്റ്റ് നമ്പർ 1 എന്ന് പറയുന്നത് വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. ആദ്യത്തെ കോൺസെപ്റ്റ് എന്താണ്? ആദ്യത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. അതാണ് ആദ്യത്തെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്താണ്? വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. അതാണ് ആദ്യത്തെ സ്ട്രക്ചർ. രണ്ടാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് ഹൂ, ദാറ്റ്, വിച്ച് എന്ന റിലേറ്റീവ് പ്രോനൗൺ ഏതെങ്കിലും വന്നാല് അതിനുശേഷം പ്ലൂറൽ ആയിട്ടുള്ള വെർബ് വേണം കൊടുക്കാൻ. ഓക്കെ ആണല്ലോ? അപ്പൊ ആദ്യത്തേന്ന് വെച്ചാൽ വൺ ഓഫ് ദ വന്നാല് പ്ലൂറൽ നൗണിന് ശേഷം സിംഗുലർ വെർബ് വേണം കൊടുക്കാൻ. അതിനുശേഷം രണ്ടാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വൺ ഓഫ് ദയ്ക്ക് ശേഷം പ്ലൂറൽ നൗണിന് ശേഷം റിലേറ്റീവ് പ്രോനൗൺ ആയിട്ടുള്ള ഹൂ എന്നോ വിച്ച് എന്നോ ദാറ്റ് എന്നോ എന്ന റിലേറ്റീവ് പ്രോനൗൺ വന്നാൽ അതിനുശേഷം നിങ്ങൾ പ്ലൂറൽ വെർബ് കൊടുക്കാൻ പാടുള്ളൂ. നോക്കിയ വ്യത്യാസം ഇവിടെ സിംഗുലർ വെർബ്, ഇവിടെ വ്യത്യാസം നോക്ക്. വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ, വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ. വ്യത്യാസം എന്താണ്? ഇവിടെ ഈ 3 റിലേറ്റീവ് പ്രോനൗൺ എക്സ്ട്രാ കയറി വന്നു എന്നുള്ളതാണ് ഇതിന്റെ വ്യത്യാസം, അല്ലേ? ഈ ഹൂ, വിച്ച്, ദാറ്റ് എന്ന റിലേറ്റീവ് പ്രോനൗൺ വന്നപ്പോൾ പിന്നെ ഇവിടെ പ്ലൂറൽ വെർബായി. ഈ ദാറ്റ്, വിച്ച്, ഹൂ എന്ന റിലേറ്റീവ് പ്രോനൗൺ ഇല്ലാതെ വന്നപ്പോൾ അവിടെ സിംഗുലർ വെർബ്. അതാണ് വ്യത്യാസം. ഡിഫറൻസ് നോക്കിക്കേ. ആദ്യത്തേത് വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. രണ്ടാമത്തെ വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് ഹൂ, വിച്ച്, ദാറ്റ് പ്ലസ് പ്ലൂറൽ വെർബ്. എക്സാമ്പിൾസ് നോക്കിക്കേ. വൺ ഓഫ് ഡിസയേഴ്സ്, വൺ ഓഫ് വന്നതിന് ഹർ ഡിസയേഴ്സ്, അതായത് പ്ലൂറൽ നൗൺ വന്നു, അല്ലെ? പ്ലൂറൽ നൗൺ അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് വന്നു. പിന്നെ ഈസ് ആണ് വന്നത്, സിംഗുലർ ആയിട്ടുള്ള വെർബാണ് വന്നത്. കണ്ടു നോക്കിയേ. വൺ ഓഫ് പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. ഫസ്റ്റ് എക്സാമ്പിൾ, ഫസ്റ്റ് സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ ആണ് ഇത്. പിടികിട്ടിയോ? വൺ ഓഫ് പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. ഇനി അടുത്തത് ഷീ ഈസ്, ഷീ ഈസ് വൺ ഓഫ് ദ ഗേൾസ് ഹൂ, ഇവിടെ റിലേറ്റീവ് പ്രോനൗൺ കണ്ടോ? നോക്കിയേ. വൺ ഓഫ് ദ ഗേൾസ്, ഇപ്പൊ വൺ ഓഫ് വന്നു. വൺ ഓഫ് വന്നപ്പോഴത്തേന് ദ ഗേൾസ് എന്നുള്ള പ്ലൂറൽ ആയിട്ടുള്ള നൗൺ വന്നു. ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ വന്നു. അപ്പൊ ഇവിടെ എന്താ വന്നത്? തിങ്ക് എന്ന് പറയുന്ന പ്ലൂറൽ വെർബ് വന്നു. നമുക്കറിയാം തിങ്കും തിങ്സും നമ്മളുടെ ഡിഫറൻസ് എന്താണെന്ന് അറിയാം. തിങ്ക് പ്ലൂറലും തിങ്സ് സിംഗുലറും ആണ്, അല്ലെ? തിങ്കും തിങ്സും നമ്മളുടെ ഡിഫറൻസ് എന്താണ്? തിങ്ക് എന്ന് പറയുന്നത് പ്ലൂറലും തിങ്സ് എന്ന് പറയുന്നത് സിംഗുലറും ആണ്. അപ്പൊ നോക്കിക്കേ. വൺ ഓഫ് ദ ഗേൾസ് ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ വന്നപ്പോൾ പിന്നെ നമ്മൾ പ്ലൂറൽ ആയിട്ട് വെർബിലൈസ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇവിടെ തിങ്ക് എന്ന് ഉപയോഗിച്ചു. ഓക്കെ. നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബേർഡ്സ്, വൺ ഓഫ് ദ ബേർഡ്സ് പ്ലൂറൽ നൗൺ പ്ലസ് ദാറ്റ് എന്ന റിലേറ്റീവ് പ്രോനൗൺ വന്നു. അപ്പൊ ഇവിടെ എന്താ വന്നത്? ഫ്ലൈ വന്നു, അല്ലെ? ഫ്ലൈ എന്ന് പറയുന്നത് പ്ലൂറൽ വെർബാണ്. ഫ്ലൈസ് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആയിട്ടുള്ള വെർബാണ്. ഫ്ലൈസ്. അപ്പൊ നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള വെർബ് യൂസ് ചെയ്തു. നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കാം. അപ്പം സ്ട്രക്ചർ നോക്കുക. വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. വൺ ഓഫ് ദ വന്നപ്പോഴേ
പ്ലൂറൽ നൗൺ ആണ് യൂസ് ചെയ്യേണ്ടത്. എപ്പോഴും വൺ ഓഫ് ദയുടെ കൂടെ എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ ആയിട്ടുള്ള നൗൺ ആയിരിക്കും. അതിന്റെ കൂടെ റിലേറ്റീവ് പ്രോനൗൺ ഹൂവോ ദാറ്റോ വിച്ചോ ഇല്ല എന്നുണ്ടെങ്കിൽ സിംഗുലർ വെർബ്, ഹൂവോ ദാറ്റോ വിച്ചോ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുക. ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ്. സ്ട്രക്ചർ തമ്മിലുള്ള ഡിഫറൻസ്. അതിനുശേഷം അടുത്തത് if the sentence follows this form, അതായത് the only one of the എന്നുള്ളത് only one of the എന്നുള്ളത് വന്നു കഴിഞ്ഞാല് പിന്നെ പ്ലൂറൽ നൗൺ ഹൂ ദാറ്റ് വിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ സിംഗുലർ ആയിട്ടുള്ള വെർബ് ആണ് യൂസ് ചെയ്യാൻ. ഇതും ഈ സ്ട്രക്ചർ നമ്മുടെ ഡിഫറൻസ് നിങ്ങൾ നോക്കിക്കേ. അത് ആയിട്ട് വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് ഹൂ ദാറ്റ് വിച്ച് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ പ്ലൂറൽ വെർബ് വന്നു. ഇവിടെ വന്നപ്പോഴത്തേനും only one of the വന്നപ്പോഴത്തേനും പ്ലൂറൽ നൗണിന് ശേഷം ഹൂ ദാറ്റ് വിച്ച് വന്നപ്പോഴത്തേനും പിന്നെ സിംഗുലർ വെർബ് ആയി. അവിടെ പ്ലൂറൽ വെർബ് വന്നു, ഇവിടെ സിംഗുലർ വെർബ് വന്നു. റീസൺ ഇവിടെ വൺ ഓഫ് ദ വന്നു, ഇവിടെ only one of the വന്നു. അതാണ് ഡിഫറൻസ്. തിരിഞ്ഞു പോകരുത്. അപ്പൊ വൺ ഓഫ് ദ റൂൾ എന്ന് വെച്ചാൽ വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. അത് നമുക്ക് അറിയാവുന്നതാണ്. കോമൺ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് ഹൂ വിച്ച് ദാറ്റ് പ്ലസ് പ്ലൂറൽ വെർബ്. ഓക്കെ, വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് ഹൂ വിച്ച് ദാറ്റ് പ്ലസ് പ്ലൂറൽ വെർബ്. ഇനി only one of the എന്ന് പറഞ്ഞാലോ പ്ലൂറൽ നൗൺ പ്ലസ് ഹൂ ദാറ്റ് വിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ സിംഗുലർ വെർബ് ആണ്. only one of the എന്നാണ് പറയുന്നത് അല്ലേ. only one of the വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യാവുള്ളൂ, സിംഗുലർ വെർബ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. Example, Reena is the only one of the girls who has ever been to India. Reena is the only one of the girls. Only one of the girls. Plural ആയിട്ടുള്ള സബ്ജക്റ്റ്. only one of the വന്നു. who റിലേറ്റീവ് പ്രോനൗൺ വന്നു. അപ്പൊ ഇവിടെ എന്താ വന്നു, സിംഗുലർ ആയിട്ടുള്ള വെർബ് വന്നു. only one of the. അടുത്തത് this is the only one of the novels. പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ്. വിരിച്ച റിലേറ്റീവ് പ്രോനൗൺ വന്നു. അപ്പൊ ഇവിടെ ഈ സിംഗുലർ വെർബ് വന്നു. വ്യത്യാസം കണ്ടോ? മൂന്നെണ്ണം പഠിക്കാനുണ്ട്. മൂന്ന് സ്ട്രക്ചർ പഠിക്കണം. വൺ ഓഫ് ദ മൂന്ന് സ്ട്രക്ചർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. ആദ്യത്തെ സ്ട്രക്ചർ എന്താണ്? വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ് എന്നുള്ളത് ആദ്യത്തെ സ്ട്രക്ചർ. രണ്ടാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് ഹൂ വിച്ച് ദാറ്റ് പ്ലസ് പ്ലൂറൽ വെർബ്. മൂന്നാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് only one of the പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് ഹൂ വിച്ച് ദാറ്റ് പ്ലസ് സിംഗുലർ വെർബ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും തിരിഞ്ഞു പോകരുത്. ഇവിടെ വൺ ഓഫ് ദയും ഇവിടെ only one of ദയും വന്നു. അപ്പൊ ഇവിടെ പ്ലൂറൽ വെർബ് വന്നു, ഇവിടെ സിംഗുലർ വെർബ് വന്നു. തിരിഞ്ഞു പോകരുത്. അപ്പൊ മൂന്ന് സ്ട്രക്ചർ ആണ് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടെ പറയാം. വൺ ഓഫ് ദ വന്നാല് പ്ലൂറൽ ആയിട്ടുള്ള നൗണും സിംഗുലർ ആയിട്ടുള്ള വെർബും യൂസ് ചെയ്യുക. രണ്ടാമത് വൺ ഓഫ് ദ വന്നാല് പ്ലൂറൽ നൗണിന് ശേഷം ഹൂവെന്നോ വിച്ചെന്നോ ദാറ്റെന്നോ എന്ന റിലേറ്റീവ് പ്രോനൗൺ വല്ലതും വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, പ്ലൂറൽ ആയിട്ടുള്ള വെർബ് യൂസ് ചെയ്യുക. സബ്ജക്റ്റ് എന്താണെന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് പ്ലൂറൽ വെർബ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി only one of the വന്നു കഴിഞ്ഞാല് ശേഷം പ്ലൂറൽ നൗണിന് ശേഷം ഹൂവോ വിച്ചോ ദാറ്റോ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം എന്ത് ചെയ്യുക, സിംഗുലർ ആയിട്ടുള്ള വെർബ് മാത്രം യൂസ് ചെയ്യുക. ഇതാണ് വൺ ഓഫ് ദ റൂള്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു നോക്ക്. Usage of the phrase one of the. Structure number 1, 2 and 3. മൂന്നെണ്ണം. One of the plus plural noun plus singular verb. One of the plus plural noun plus who which that plus plural verb. Only one of the plus plural noun plus who that which plus singular verb. ഇത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. This one and this one. ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇവിടെ വെറും വൺ ഓഫ് ദ, ഇവിടെ only one of the. അവിടെ പ്ലൂറൽ വെർബ്, ഇവിടെ സിംഗുലർ വെർബ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വൺ റൂൾ നമ്പർ 7. അപ്പൊ നമ്മൾ റൂൾ നമ്പർ 6 പറഞ്ഞു, വൺ ഓഫ് ദ യൂസേജ് പറഞ്ഞു. അടുത്ത എനിക്ക് 7 പറയാൻ പോകുന്നത് രണ്ട് പാസ്റ്റ് ആക്ഷൻസ് വന്നാല്, അതായത് when two actions occurred in past. When two actions occurred in past, അതായത് രണ്ട് പ്രവൃത്തികളും പാസ്റ്റിൽ നടന്നതായിരിക്കണം. മനസ്സിലായോ?
രണ്ട് ഇതും past which happened earlier is denoted by using the action which happened earlier by using. That means ആദ്യം നടന്ന പ്രവൃത്തി, അതായത് രണ്ട് ആക്ഷനും പാസ്റ്റിൽ നടന്ന സംഭവങ്ങളായിരിക്കണം. When two actions occurred in past, the action which happened earlier is denoted by using past perfect. That means the first action. And the action which happened later, that means the second action, is denoted by using simple past tense. അതായത് രണ്ട് പ്രവൃത്തികളും പാസ്റ്റിൽ നടന്നതാണെങ്കിൽ ആദ്യം നടന്ന പ്രവൃത്തി, ആ പാസ്റ്റിൽ നടന്ന രണ്ട് പ്രവൃത്തികളുണ്ടല്ലോ, അതിൽ ആദ്യം നടന്ന പ്രവൃത്തിയില് ആദ്യം നടന്ന ഫസ്റ്റ് ആക്ഷനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ച് പറയുകയും രണ്ടാമത് നടന്ന പ്രവൃത്തിയെ നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് പറയുകയും ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പം when two actions occurred in past, the action which happened earlier, that means the first action, is denoted by using past perfect tense, and the action which happened later, that means the second action which happened later. Later means രണ്ടാമത് നടന്ന സംഭവം, പിന്നീട് നടന്ന സംഭവം നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് പറയുകയും ചെയ്യുക. ഓക്കെ ആണല്ലോ? നോക്കിയേ, when two actions occurred in past, the action which happened earlier is denoted by using past perfect tense, അതായത് first action, and the action which happened later is denoted by using simple past tense. രണ്ടാമത് നടന്ന സംഭവത്തെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് പറയുക. മനസ്സിലായോ? അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നതാണ്. അതായത് ആദ്യം നടക്കുന്ന സംഭവത്തെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചും രണ്ടാമത് നടക്കുന്ന സംഭവത്തെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചും വേണം പറയാൻ. അപ്പൊ രണ്ട് കഴിഞ്ഞ പ്രവൃത്തികളായിരിക്കണം, രണ്ട് പാസ്റ്റിൽ നടന്ന സംഭവങ്ങളായിരിക്കണം. ആദ്യം നടന്ന സംഭവത്തെ നമ്മൾ എന്ത് ഉപയോഗിച്ച് പറയുക? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ച് പറയണം. രണ്ടാമത് നടന്ന സംഭവത്തെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ച് വേണം പറയാൻ. വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് പാസ്റ്റ് പെർഫെക്റ്റ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. What is the structure of simple past tense? Subject plus V2 plus object. അതായത് ആദ്യം നടന്ന പ്രവൃത്തിയെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചും രണ്ടാമത് നടന്ന സംഭവത്തെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ച് പറയുക. എക്സാമ്പിൾ പറഞ്ഞാല് നമ്മൾ ഓൾഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നപ്പോഴേക്കും ട്രെയിൻ അങ്ങ് പോയി എന്ന് വിചാരിക്കുക. ട്രെയിൻ അങ്ങ് മിസ്സായി. ഓക്കെ, അപ്പൊ നമ്മൾ ലേറ്റ് ആയി. അപ്പൊ നമ്മൾ സ്കൂളിലെ കോളേജിൽ തന്നെ ലേറ്റ് ആയി. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ലേറ്റ് ആയത്, ഞാൻ ഓടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ അങ്ങ് പോയതാ എന്ന് പറയുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഫ്രണ്ടിനോട് പറയുകയാണ്, എന്താണ്, the train had left when I reached the railway station. അല്ലേ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഓടി എത്തിയപ്പോഴത്തേക്കും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നപ്പോഴത്തേക്കും ട്രെയിൻ അങ്ങ് പോയി എന്ന് പറയുകയാണ്. അല്ലെ, അപ്പൊ ആദ്യം നടന്ന സംഭവം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്നുള്ളതാണോ അതോ ട്രെയിൻ പോയി എന്നുള്ളതാണോ? ട്രെയിൻ പോയി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ആദ്യം നടന്ന സംഭവം ഏതാണ്? ട്രെയിൻ പോയി എന്നുള്ളതാണ്. അപ്പൊ ട്രെയിൻ പോയി എന്നുള്ള സംഭവത്തെ നമ്മൾ എങ്ങനെ പറയണം? പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ച് പറയാം. ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. When I reached the railway station, when I reached the railway station എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ്. നോക്കിയേ, കണ്ടോ? തേർഡ് എക്സാമ്പിൾ, തേർഡ് കൂടെ ആദ്യം പറഞ്ഞോളൂ. The train had left when I reached the railway station. ഞാൻ ആദ്യം നടന്ന സംഭവം the train had left, ട്രെയിൻ അങ്ങ് പോയി എന്നുള്ളതാണ്. അല്ലേ, എപ്പോഴാണ്? when I reached the railway station, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നപ്പോഴേക്കും അങ്ങനെ പറയാം. അപ്പം രണ്ട് പാസ്റ്റ് ആക്ഷൻസിൽ ആദ്യം നടന്ന പ്രവൃത്തിയെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചും രണ്ടാമത് നടന്ന പ്രവൃത്തിയെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചും വേണം നമ്മൾ പറയാൻ. ഓക്കെ ആണല്ലോ? അടുത്ത എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഡോക്ടർ എത്തിച്ചേരുന്നതിന് മുമ്പായിട്ട് പേഷ്യന്റ് മരണപ്പെട്ടു എന്ന് പറയുന്നത് എങ്ങനെയാണ്? The patient had died when the doctor arrived, അല്ലെങ്കിൽ when the doctor came. ഡോക്ടർ വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു? പേഷ്യന്റ് മരണപ്പെട്ടു. അല്ലെങ്കിൽ ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ്, ഡോക്ടർ വരുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഡോക്ടർ എത്തിച്ചേരുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തു? പേഷ്യന്റ് മരണപ്പെട്ടു. നോക്കിക്കേ, the patient had died, the patient had died, past perfect. ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ്, പേഷ്യന്റ് മരണപ്പെട്ടതിന് ശേഷമാണ് ഡോക്ടർ എത്തിച്ചേർന്നത്. കണ്ടോ? അടുത്തൊരു എക്സാമ്പിൾ, he finished the work. He finished the work after we had met him. നമ്മൾ അവനെ മീറ്റ് ചെയ്തതിന് ശേഷമാണ് അവൻ അവന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഫിനിഷ് ചെയ്തത്. നമ്മൾ അവനെ മീറ്റ് ചെയ്തതിന് ശേഷമാണ്. After we had met him, past perfect. We had met him. അതിന് ശേഷമാണ് he finished the work, simple past. കണ്ടോ?
നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ്സിന്റെ ആണ്. എന്താണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എത്ര പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഉണ്ടെന്ന് വെച്ചാല് മൈ ഉണ്ട്, അവർ ഉണ്ട്, യുവർ ഉണ്ട്, ഹിസ് ഉണ്ട്, ഹെർ ഉണ്ട്, ദെയർ ഉണ്ട്, ഇറ്റ്സ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ്? മൈ ഉണ്ട്, അവർ ഉണ്ട്, യുവർ ഉണ്ട്, ഹിസ് ഉണ്ട്, ഹെർ ഉണ്ട്, ദെയർ ഉണ്ട്, ഇറ്റ്സ് ഉണ്ട്. ഇറ്റ്സ് കൂടിയുണ്ട്. ഓക്കെ. അപ്പൊ എന്താണ് ജെറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർബ് പ്ലസ് ing യൂസ്ഡ് ആസ് എ നൗൺ ഈസ് നോൺ ആസ് ജെറണ്ട്. വെർബ് പ്ലസ് ing യൂസ്ഡ് ആസ് എ നൗൺ ഈസ് നോൺ ആസ് ജെറണ്ട്. ജെറണ്ട് എന്ന് വെച്ചാല് വെർബിന്റെ കൂടെ ing ചേർന്നതിനെ വിളിക്കുന്ന പേരാണ് ജെറണ്ട് എന്ന് വിളിക്കുന്നത്. എന്താണ് ജെറണ്ട്? വെർബ് പ്ലസ് ing യൂസ്ഡ് ആസ് എ നൗൺ ഈസ് നോൺ ആസ് ജെറണ്ട്. ഓക്കെ. അതായത് ജെറണ്ടിന്റെ തൊട്ട് മുന്നേ ഇപ്പൊ റൈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ കൂടെ ing ചേർന്ന് കഴിഞ്ഞാൽ റൈറ്റ് പ്ലസ് ing എന്താന്ന് വന്നു? റൈറ്റിംഗ് എന്ന് വന്നു അല്ലെ? റൈറ്റിംഗ്. പ്ലേ എന്ന് പറയുന്ന വെർബിന്റെ കൂടെ ing ചേർന്നപ്പോൾ എന്താ വന്നു? പ്ലേയിങ് എന്ന് വന്നു. ലീവ് പ്ലസ് ing, ലീവ് എന്ന് പറയുന്ന വെർബിന്റെ കൂടെ ing ചേർന്നപ്പോൾ എന്താ വന്നു? ലീവിങ് എന്ന് വന്നു. അപ്പൊ എന്താണ് ജെറണ്ട്? വെർബ് പ്ലസ് ing ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ നൗൺ ഈസ് കോൾഡ് ജെറണ്ട്. അതായത് ജെറണ്ടിന്റെ തൊട്ട് മുന്നേ ഒരു കാരണവശാലും ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യാൻ പാടില്ല. ഉള്ളി എന്താ ഉപയോഗിക്കാൻ പാടുള്ളൂ? ഉള്ളി പൊസസീവ് അഡ്ജക്റ്റീവ്സ്. മൈയുടെ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ് എന്ന് പറയുന്നത് നീ ഉപയോഗിക്കാൻ പാടില്ല. അവരുടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്. അപ്പൊ ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് പ്ലസ് ജെറണ്ട് ഈ കോമ്പിനേഷൻ പറ്റില്ല. ഈ കോമ്പിനേഷൻ തെറ്റാണ്. എന്താണ്? പൊസസീവ് അഡ്ജക്റ്റീവ്സ് പ്ലസ് ജെറണ്ട്. അതായത് ജെറണ്ടിന്റെ തൊട്ട് മുന്നേ പൊസസീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ വി വന്നാൽ തെറ്റാണ്, അസ് വന്നാൽ തെറ്റാണ്. യുവറിന്റെ എന്താണ്? യു ആണ് വരുന്നത്. ജെറണ്ടിന്റെ തൊട്ട് മുന്നേ ഹിം വരാൻ പാടില്ല, ഹെർ വരാൻ പാടില്ല, ദം വരാൻ പാടില്ല, ഇറ്റ് വരാൻ പാടില്ല. ഈ ഇതേപോലുള്ള പൊസസീവ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് ഒന്നും തന്നെ ഇതിന്റെ മുന്നിൽ വരാൻ പാടില്ല. ജെറണ്ടിന്റെ തൊട്ട് മുന്നേ വരാൻ പാടില്ല. അതായത് ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ് മീ ബോറോവിങ് യുവർ കാർ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇതിനകത്ത് ബോറോവിങ് എന്ന് പറയുന്ന ഒരു ജെറണ്ട് ഉണ്ട് അല്ലെ? ആ ജെറണ്ടിന്റെ തൊട്ട് മുന്നേ മീ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് പ്രൊനൗൺ വന്നാൽ തെറ്റാണ്. ഇത് ജെറണ്ടാണ്. ജെറണ്ട് വെർബ് പ്ലസ് ing ആണ് അല്ലെ? ജെറണ്ട് ഒബ്ജക്റ്റീവ് പ്രൊനൗൺ പ്ലസ് ജെറണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. എങ്ങനെയാ പറയേണ്ടത്? ഈ മീ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് പ്രൊനൗണിന്റെ പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് മൈ. മൈ വേണം നമ്മളിവിടെ യൂസ് ചെയ്യാൻ. ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ് മൈ ബോറോവിങ് യുവർ കാർ എന്ന് പറഞ്ഞാൽ ശരിയാവത്തുള്ളൂ. എന്താ പറയണ? ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ് മൈ ബോറോവിങ് യുവർ കാർ. നെക്സ്റ്റ് വൺ, ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ് മൈ സ്റ്റേയിങ് വിത്ത് യു നെക്സ്റ്റ് വീക്ക്. ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ് മൈ സ്റ്റേയിങ് വിത്ത് യു നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേയിങ് എന്ന് പറയുന്നത് ഇവിടെ മൈ വന്നു. മൈ എന്ന് പറയുന്നത് എന്താണ്? പൊസസീവ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് വൺ, മൈ ഫാദർ ഡസ് നോട്ട് ലൈക്ക് മൈ ഗോയിങ് ഔട്ട്സൈഡ് വിത്ത്. മൈ ഗോയിങ്, മൈ എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. പ്ലസ് ഗോയിങ് എന്ന് പറയുന്നത് ജെറണ്ട് ആണ് അല്ലെ? മൈ ഗോയിങ് ഔട്ട്സൈഡ് വിത്ത് റാം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ജെറണ്ടിന്റെ തൊട്ട് മുന്നേ ഒരു കാരണവശാലും പൊസസീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത് 3 റൂൾസ് പഠിച്ചു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൺ ഓഫ് ദ റൂൾ ആണ്. വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വേർഡുള്ള വെർബ് യൂസ് ചെയ്യുക. രണ്ടാമത് വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് ഹൂ, വിച്ച്, ദാറ്റ് പ്ലസ് പ്ലൂറൽ ആയിട്ടുള്ള വെർബ് യൂസ് ചെയ്യുക. മൂന്നാമത് പഠിച്ചത് ഓൺലി വൺ ഓഫ് ദ വന്നു കഴിഞ്ഞാല് പ്ലൂറൽ നൗണിന് ശേഷം ഹൂവോ വിച്ചോ ദാറ്റോ വന്നാൽ സിംഗുലർ ആയിട്ടുള്ള വെർബ് വേണം യൂസ് ചെയ്യാൻ. പിന്നെ പഠിച്ചത് സെവൻത് റൂൾ എന്ന് പറയുന്നത് രണ്ട് പാസ്റ്റ് ആക്ഷൻസ് വന്നാല് ആദ്യം നടന്ന പ്രവൃത്തിയെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചും രണ്ടാമത് നടന്ന പ്രവൃത്തിയെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചും വേണം പറയാൻ. മൂന്നാമത് പഠിച്ചത് പൊസസീവ് അഡ്ജക്റ്റീവ്സ് വേണം ജെറണ്ടിന്റെ തൊട്ട് മുന്നേ യൂസ് ചെയ്യാൻ. ഒരു കാരണവശാലും ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യാൻ പാടില്ല. ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണെങ്കിലും മീ ഒരു ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ്. അസ്, ഹി, യു, ഹിം, ഹർ, ദം, ഇറ്റ് ഇത്രയാണ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ്. ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് ഒരു കാരണവശാലും ജെറണ്ടിന്റെ തൊട്ട് മുന്നേ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ഒരു ഫ്ലോയിൽ പക്ഷെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ഫ്ലോയിൽ ഒരു സീക്വൻസ് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആയിരിക്കും. നമ്മൾ നോക്കി രണ്ട് സെന്റൻസ് നിങ്ങൾ വായിച്ചു നോക്കിക്കേ. I hope you don't mind me borrowing your car. I hope you don't mind my borrowing your car. പക്ഷെ നമുക്ക് ഒരു ഫ്ലോയിൽ കറക്റ്റ് ആയിട്ട് തോന്നുന്നത് നമുക്ക് ഇതാണ് കുറച്ചുകൂടെ സ്റ്റേജ് കറക്റ്റ് ആയിട്ട് തോന്നുന്നത്. പക്ഷെ ഇതല്ല, ഇത് തെറ്റാണ്, ഇതാണ് ശരിയായിട്ടുള്ളത് അല്ലേ? നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കൊരു ഫ്ലുവൻറ്റ് ആയിട്ട് നമുക്കൊരു ഫ്ലുവൻസി കിട്ടുന്നത് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിന് വായിക്കുമ്പോഴാണ് അല്ലേ? പക്ഷെ അത് തെറ്റാണ്. സെക്കൻഡ് വൺ ആണ് ശരിയായിട്ടുള്ളത്.
ഞാൻ ഒരു ഇത് തന്നെ നിങ്ങൾ പറയണം. ആൻസർ ഏതാണെന്ന് നോക്കാം. നമുക്ക് ഓരോരുത്തർ നോക്കാം. ഐ ഹോപ്പ് യു വിൽ എക്സ്ക്യൂസ് ഡാഷ് ലീവിങ് early. രണ്ട് ഓപ്ഷൻ വരാം. മീ ഓർ മൈ. ഐ ഹോപ്പ് യു വിൽ എക്സ്ക്യൂസ് മീ ലീവിങ് early ആണോ അതോ ഐ ഹോപ്പ് യു വിൽ എക്സ്ക്യൂസ് മൈ ലീവിങ് early ആണോ? വായിച്ച് നോക്കുമ്പോൾ ഒരു ഫ്ലുവൻസി കിട്ടുന്നത് മീക്കാണ് അല്ലേ? പക്ഷെ നോക്കി ഇവിടെ ഡാഷിന് ശേഷം ഇവിടെ ഒരു ജറണ്ട് ഇരിക്കാണ്ട്. ജറണ്ട് ലീവ് പ്ലസ് ഐ എൻ ജി അല്ലേ? ജറണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ കൂട്ടത്തിൽ മീ ആണ് മൈ ആണ് പൊസസീവ് അഡ്ജക്റ്റീവ് മൈ ആണ്. ആൻസർ ഏതാണ്? മൈ ആണ്. പക്ഷെ നമുക്കൊരു വായിക്കുമ്പോൾ ഒരു ഫ്ലുവൻസി കിട്ടുന്നത് ഏതാണെന്ന് ചോദിച്ചാല് ഐ ഹോപ്പ് യു വിൽ എക്സ്ക്യൂസ് മീ ലിവിങ് early ആണെന്ന് വായിക്കുമ്പോൾ നമുക്കൊരു സുഖം തോന്നുന്നത് ആദ്യം മീ ചേർത്ത് വായിക്കുമ്പോഴാണ് അല്ലേ? പക്ഷെ മീ ചേർത്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഐ ഹോപ്പ് യു വിൽ എക്സ്ക്യൂസ് മൈ ലിവിങ് early എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താണ് പഠിച്ചത്? ജെറണ്ട് എന്താണെന്ന് പഠിച്ചു. വെർബ് പ്ലസ് ഐ എൻ ജി യൂസ്ഡ് ആസ് എ നൗൺ ആണ് ജെറണ്ട് എന്ന് പഠിച്ചു. 7 പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഉണ്ടെന്ന് പഠിച്ചു. മൈ ഉണ്ട്, അവർ ഉണ്ട്, യുവർ ഉണ്ട്, ഹിസ് ഉണ്ട്, ഹർ ഉണ്ട്, ദെയർ ഉണ്ട്, ഇറ്റ്സ് ഉണ്ട്. ജെറണ്ടിന്റെ തൊട്ട് മുന്നേ ഒബ്ജക്റ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യാൻ പാടില്ല. പൊസസീവ് അഡ്ജക്റ്റീവ്സേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിച്ചു അല്ലേ? അപ്പൊ 3 റൂൾസ് പഠിച്ചു. ഇപ്പൊ 6, 7, 8 മൂന്നെണ്ണം പഠിച്ചു. ആദ്യം വൺ ഓഫ് ദ റൂൾ പഠിച്ചു. പിന്നെ 2 പാസ്റ്റ് ആക്ഷൻസ് വന്നാലുള്ളത് പഠിച്ചു. പിന്നെ പഠിച്ചത് ജെറണ്ടിന്റെ തൊട്ട് മുന്നേ പൊസസീവ് അഡ്ജക്റ്റീവ്സേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിച്ചു അല്ലേ? നെക്സ്റ്റ് ആണ് കൂടെ നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ നൗൺ ആൻഡ് വെർബ് ഫോർ സിമിലർ സൗണ്ടിങ് വേർഡ്സ്. സിമിലർ ആയിട്ടുള്ള സൗണ്ടിങ് വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസ്. സിമിലർ ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കും വരുന്നത് അല്ലേ? വായിക്കുമ്പോൾ ഒരേപോലെ ഇരിക്കും. പക്ഷെ നൗൺ ഏത് വെർബ് ഏതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് നോക്കാം. ADVICEയും ADVISCയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഈ ADVICE വന്നാൽ അതിനെ നമ്മൾ നൗൺ എന്നും ADVISC എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വെർബ് എന്ന് വിളിക്കണം. എന്താണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ADVICE ആൻഡ് ADVISC? അതായത് ADVICE വന്നാൽ നൗണും ADVISE വന്നാൽ അത് വെർബുമാണ്. ഡോക്ടർ അഡ്വൈസ്ഡ് മീ എന്ന് പറഞ്ഞാൽ ഡോക്ടർ അഡ്വൈസ്ഡ് മീ. ഡോക്ടർ എന്ത് ചെയ്തു? എന്നെ ഉപദേശിച്ചു. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഇത് തെറ്റാണ്. അതായത് ഒരു കാരണവശാലും ഒരു നൗണിന്റെ കൂടെ നമുക്ക് ED ING ഒന്നും ചേർക്കാൻ പറ്റത്തില്ല. അത് ഈ ED ING എല്ലാം നമുക്ക് വെർബിന്റെ കൂടെ ചേർക്കാൻ പറ്റത്തുള്ളൂ അല്ലെ? വെർബിന്റെ കൂടെ ചേർക്കാൻ നൗൺ പ്ലസ് ED ഓർ ING തെറ്റാണ്. നൗണിന്റെ കൂടെ ED ING ചേർക്കാൻ പറ്റത്തില്ല. ഈ അഡ്വൈസ് എന്ന് പറയുന്നത് ഒരു നൗൺ അല്ലേ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇവിടെ എന്ത് പറയണം? വെർബ് ആക്കണം. ഈ ADVISCD എന്ന് പറയണം. എന്നാലേ അത് ശരിയാവത്തുള്ളൂ. അപ്പം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ADVICE ആൻഡ് ADVISCE എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ADVICE അവസാനം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നൗൺ എന്നും ADVISCE എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വെർബ് എന്നും പറയുന്നു. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെയാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. PRACTICE എന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വെർബ് എന്നും PRACTISE എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വെർബ് എന്നും വിളിക്കുക. അതാണ് ഡിഫറൻസ്. അവസാനം CE ആണ് വരുന്നത്, അത് നൗൺ ആണ്. ഓക്കെ, അവസാനം SE ആണ് വരുന്നത്, അത് വെർബാണ്. അതാണ് ഡിഫറൻസ്. ഓക്കെ, ഇനി അടുത്തത് ബിലീഫും ബിലീവും തമ്മിലുള്ള ഡിഫറൻസ്. ബിലീഫ് എന്ന് പറയുന്നത് നൗണും ബിലീവ് എന്ന് പറയുന്നത് വെർബുമാണ്. എന്താണ് ബിലീഫ് എന്ന് പറയുന്നത്? ബിലീഫ് എന്ന് പറയുന്നത് വിശ്വാസമാണ്. ബിലീഫ് അത് നൗൺ ആണ്. ബിലീവ് അല്ലെ, വിശ്വസിക്കുക അല്ലെ, അന്ന് പറയുന്നത് അത് വെർബുമാണ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ അഡ്വൈസ് യു. ഇത് വെർബിന്റെ പ്ലേസ് ആണ് അല്ലെ, ഇത് വെർബാണ്. അപ്പൊ ADVISC വന്നു. യു ടുവിന് ശേഷം വെർബ് അല്ലേ പറഞ്ഞത്? ടുവിന് ശേഷം വെർബ്. പ്രാക്ടീസ്, അത് എസ് വന്നു. ഐ അഡ്വൈസ് യു ടു പ്രാക്ടീസ് എ ലോട്ട് സിൻസ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ഒരു മനുഷ്യനെ എന്താകുന്നു? പെർഫെക്റ്റ് ആകുന്നു. പ്രാക്ടീസ് നൗൺ ആയിട്ട് വന്നു. ഓക്കെ, ഒരേ സെന്റൻസിൽ തന്നെ പ്രാക്ടീസ് വെർബായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മള് നൗൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. SE വന്നപ്പോൾ അത് വെർബായിട്ട് വന്നു. CE വന്നപ്പോൾ അത് നൗൺ ആയിട്ട് വന്നു. ഇവിടെ
ഐ അഡ്വൈസ് യു, ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തു, അഡ്വൈസ് ചെയ്തു. അപ്പൊ അത് വെർബായിട്ടാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ എസ് സി ഉള്ള വെർബാണ് യൂസ് ചെയ്തത്. ഇറ്റ് ഈസ് മൈ ബിലീഫ് ദാറ്റ്, അത് എന്റെ വിശ്വാസമാണ്. മൈ സ്റ്റുഡൻസ് ആർ വെരി ടാലന്റഡ്, ഇറ്റ് ഈസ് മൈ ബിലീഫ്, അത് എന്റെ വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞപ്പോൾ എന്തോ വന്നു, അത് ബിലീഫ് എന്ന് വന്നു അല്ലെ. എന്റെ വിശ്വാസമാണ്, ഇറ്റ് ഈസ് മൈ ബിലീഫ് എന്ന് പറഞ്ഞപ്പോൾ അതവിടെ നൗണായിട്ടാണ് വന്നത്. ഇറ്റ് ഈസ് മൈ ബിലീഫ്. ഇനി ഐ ബിലീവ് മൈ സ്റ്റുഡൻസ് ആർ വെരി, ഇൻകംപ്ലീറ്റ് ആണ്, ആർ വെരി ടാലന്റഡ്. ഐ ബിലീവ് ദാറ്റ്, ഞാൻ വിശ്വസിക്കുന്നു എന്താണ്, മൈ സ്റ്റുഡൻസ് ആർ വെരി ടാലന്റഡ്, എന്റെ സ്റ്റുഡൻസ് ഭയങ്കര ടാലന്റഡ് ആണ്, അല്ലെങ്കിൽ എന്റെ സ്റ്റുഡൻസ് വെരി ടാലന്റഡ് ആണ് എന്നുള്ളത് എന്റെ വിശ്വാസമാണ്, ഞാൻ വിശ്വസിക്കുന്നുണ്ട് അല്ലെ. ഐ ബിലീവ് ദാറ്റ് മൈ സ്റ്റുഡൻസ് ആർ വെരി ടാലന്റഡ്. Then he gave me a piece of advice. ഇവിടെ അഡ്വൈസ് എന്നുള്ളത് എന്തായിട്ടാണ് വന്നത്, നൗണായിട്ടാണ് വന്നത്. A piece of advice. He gave me a piece of അഡ്വൈസ്. അവൻ എന്തോന്നു, ഒരു അഡ്വൈസ് നൽകി എനിക്ക്. ഹി ഗേവ് മീ എ അഡ്വൈസ്, അവൻ എനിക്ക് ഒരു അഡ്വൈസ് നൽകി, ഒരു ഉപദേശം നൽകി. ഉപദേശം എന്ന് പറയുമ്പോൾ അതോടെ നൗണായിട്ടാണ് വന്നത്. അപ്പൊ ഓർക്കുക, അപ്പൊ അവസാനം സി ഇ ആണ് വരുന്നതെങ്കിൽ അതിനെ നൗണായിട്ടും എസ് ഇ ആണ് വരുന്നതെങ്കിൽ അതിനെ വെർബായിട്ട് നോക്കുക. അത് രണ്ടും സെയിം ആണ്, അഡ്വൈസും പ്രാക്ടീസും. ഇനി ബിലീവ് എന്ന് പറയുന്നത് നൗണും ബിലീവ് എന്ന് പറയുന്നത് നൗണും. ബിലീവ് എന്ന് പറയുന്നത് വെർബുമാണ്. ഓക്കെ, അപ്പൊ വൺ ഓഫ് ദ റൂൾ എന്താണ് പറഞ്ഞത്, വൺ ഓഫ് ദ വന്നാല് ആദ്യം പറഞ്ഞ റൂള്, വൺ ഓഫ് ദ വന്നാല് പ്ലൂറൽ ആയിട്ടുള്ള നൗണും സിംഗുലർ ആയിട്ടുള്ള വെർബും വേണം യൂസ് ചെയ്യാൻ. രണ്ടാമത് പറഞ്ഞത് വൺ ഓഫ് ദ വന്നാല് പ്ലൂറൽ നൗണിന് ശേഷം ഹൂ എന്നോ ദാറ്റ് എന്നോ വിച്ച് എന്നോ റിലേറ്റീവ് പ്രോനൗൺ വന്നാല് അതിനുശേഷം പ്ലൂറൽ ആയിട്ടുള്ള ഹൂ എന്നോ വിച്ച് എന്നോ ദാറ്റ് എന്നോ റിലേറ്റീവ് പ്രോനൗൺ വന്നാൽ പ്ലൂറൽ ആയിട്ടുള്ള വെർബ് വേണം യൂസ് ചെയ്യാൻ. ഇനി ഒൺലി വൺ ഓഫ് ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനുശേഷം പ്ലൂറൽ ആയിട്ടുള്ള നൗണിന് ശേഷം ഹൂവോ ദാറ്റോ വിച്ചോ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം സിംഗുലർ ആയിട്ടുള്ള വെർബ് വേണം യൂസ് ചെയ്യാൻ എന്ന് പഠിച്ചു. സെവൻത് റൂൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, രണ്ട് പാസ്റ്റ് ആക്ഷൻസ് പറഞ്ഞാല് ആദ്യം നടന്ന പ്രവൃത്തിയെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചും രണ്ടാമത് നടന്ന പ്രവൃത്തിയെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് പറയണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അടുത്ത പറഞ്ഞത് പൊസസീവ് അഡ്ജക്റ്റീവ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, 7 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. മൈ ഉണ്ട്, അവർ ഉണ്ട്, യുവർ ഉണ്ട്, ഹിസ് ഉണ്ട്, ഹർ ഉണ്ട്, ദെയർ ഉണ്ട്, ഇറ്റ്സ് ഉണ്ട് അല്ലെ. ഇതിന് തൊട്ട് മുന്നായിട്ട് പൊസസീവ് അഡ്ജക്റ്റീവ്സ് മാത്രമേ യൂസ് ചെയ്യാവൂ. ഇതിന് മുന്നായിട്ട് ജറണ്ടിന്റെ തൊട്ട് മുന്നായിട്ട് അല്ലെ, ജറണ്ടിന്റെ തൊട്ട് മുന്നേ പൊസസീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ജറണ്ട് എന്താണ്, വെർബ് പ്ലസ് ഐഎൻജി യൂസ്ഡ് ആസ് എ നൗൺ, വെർബിന്റെ കൂടെ ഐഎൻജി ചെയ്യുകയും അതിനെ നമ്മൾ നൗണായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ജറണ്ട്. ജറണ്ടിന്റെ തൊട്ട് മുന്നേ നമ്മൾ എന്തേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, പൊസസീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഹാൻഡ് റോൾ പഠിച്ചത് അഡ്വൈസ് അവസാനിക്കുന്നത് സിയില് അവസാനിച്ചാലും എസിയിൽ അവസാനിച്ചാലും നമ്മൾ രണ്ടിനെ നമ്മൾ അഡ്വൈസ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. പക്ഷെ വ്യത്യാസം എന്താണ്, ഇത് സിയിൽ അവസാനിക്കുന്നു, ഇത് എസിയിൽ അവസാനിക്കുന്നു. പ്രാക്ടീസ്, ഇതും പ്രാക്ടീസ് ആണ്, ഇതും പ്രാക്ടീസ് ആണ്. ഇത് സിയിൽ അവസാനിക്കുന്നു, ഇത് എസിയിൽ അവസാനിക്കുന്നു. ഇത് ബിലീഫ്, ഇത് ബിലീവ്. അതായത് സിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിനെ നിങ്ങൾ നൗണെന്ന് വിളിക്കുക, എസിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിനെ നിങ്ങൾ വെർബ് എന്ന് വിളിക്കുക. ഓക്കെ ആണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് അടുത്ത 10th റൂൾ നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. Whenever adverbs like no sooner, hardly, barely, rarely, scarcely, never and seldom are used at the beginning of the sentence, they are always followed by a helping verb. അതായത് ഒരു സെന്റൻസ് ആഡ്വേർബ്സ് ആയിട്ടുള്ള നോ സൂണർ വെച്ചിട്ടോ ഹാർഡ്ലി, ബെയർലി, റയർലി, സ്കേഴ്സ്ലി വെച്ചിട്ടോ ഒരു നെവറോ സെല്ലോ വെച്ചിട്ടോ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താല് അവരെ ഫോളോ ചെയ്ത് ഹെൽപ്പിംഗ് വേർബ്സ് അഥവാ ഓക്സിലറി വെർബുകൾ വേണം വരാൻ, സബ്ജക്റ്റ് അല്ല വരേണ്ടത്. അതായത് ഒരു നോർമൽ സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കാമെന്ന് നമുക്കറിയാം. സബ്ജക്റ്റ് പ്ലസ് ഒരു സെന്റൻസിന്റെ നോർമൽ സെന്റൻസിന്റെ സ്ട്രക്ചർ പ്ലസ് സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് ഒരു നോർമൽ സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് ഒരു നോർമൽ സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്?
സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ഓർ ഹെൽപ്പിംഗ് വെർബ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് നോർമൽ സെന്റൻസിന്റെ സ്ട്രക്ചർ. ഇനി ഈ സബ്ജക്റ്റ് ഇൻവേർഷൻ സംഭവിക്കുമ്പോൾ, അതായത് സബ്ജക്റ്റ് ഇൻവേർഷൻ സംഭവിക്കാന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഓക്സിലറി വെർബിന് തമ്മിൽ ഇന്റർചേഞ്ച് സംഭവിക്കുന്നത്. അതായത് സബ്ജക്റ്റ് ചാടി രണ്ടാമത് പോവുകയും ഓക്സിലറി വെർബ് ചാടി ആദ്യം വരികയും ചെയ്യും. അതായത് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് സബ്ജക്റ്റ് ഇൻവേർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ലോ ഓഫ് ഇൻവേർഷൻ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഇൻവേർഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റിന് തൊട്ട് മുന്നേ എന്ത് ചെയ്യുക, ഓക്സിലറി വെർബ് കയറി വരുന്നതിനെ വിളിക്കുന്ന പേരാണ് സബ്ജക്റ്റ് ഇൻവേർഷൻ. ഇൻവേർഷൻ സംഭവിക്കുന്നത് അല്ലെ. അതായത് എപ്പോഴാണ് ഈ ഇൻവേർഷൻ സംഭവിക്കുന്നത്? തുടക്കത്തിൽ ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ നോ സൂണർ എന്നോ ഹാർഡ്ലി ബെയർലി റയർലി സ്കേഴ്സ്ലി എന്നോ നെവർ എന്നോ സെല്ലോ എന്നോ ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നാൽ ആ സെന്റൻസിൽ സബ്ജക്റ്റ് ഇൻവേർഷൻ സംഭവിക്കണം. അതായത് they must be followed by an auxiliary verb എന്നാണ് അല്ലെ. they are always followed by auxiliary verb before the subject ആണ്. സബ്ജക്റ്റിന് തൊട്ട് മുന്നേ എന്ത് വരണം? ഓക്സിലറി വെർബ് വരണം. നമുക്കറിയാം ഒരു നോർമൽ സെന്റൻസിൽ എപ്പോഴും ഓക്സിലറി വെർബിന്റെ സ്ഥാനം എന്ന് പറയുന്നത് സബ്ജക്റ്റിന് ശേഷമായിരിക്കും. പക്ഷേ ഈ സെന്റൻസിൽ നോ സൂണർ എന്നോ ഹാർഡ്ലി ബെയർലി റയർലി സ്കേഴ്സ്ലി നെവറോ സെൽഡോ ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നാൽ, ഈ വേർഡ് വെച്ച് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ ആ സെന്റൻസിന് ആ വേർഡുകൾക്ക് ശേഷം ഓക്സിലറി വെർബുകൾ വരണം. ഓക്സിലറി വെർബുകൾക്ക് ശേഷം മാത്രമേ എന്ത് വരാൻ പാടുള്ളൂ? സബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. ഇതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. അതാണ് റൂൾ നമ്പർ 10 എന്ന് പറയുന്നത്. നോക്കിക്കേ, ഹാർഡ്ലി ഹാഡ് ഐ ബിഗൺ ടു സ്പീക്ക് വെൻ ഐ വാസ് ഇന്ററപ്റ്റഡ്. നോക്കിക്കേ, ഹാർഡ്ലി നമ്മൾ ഐ ഹാഡ് എന്നല്ലേ പറയാറ്. സാധാരണ ഐ ഹാഡ് എന്നാണ് പറയുന്നത്. ഐ ഹാഡ് ബിഗൺ ടു സ്പീക്ക് എന്നല്ലേ പറയുന്നത്. ഇത് നോക്കിക്കേ, നോക്കിയേ, ഐ ഹാഡ് എന്നുള്ളതിന് എങ്ങനെയായി വന്നു? ഹാഡ് ഐ എന്നുള്ളതായി വന്നു. എന്തുകൊണ്ടാണ്? ഹാർഡ്ലി ആദ്യം നിൽക്കുന്നത് കൊണ്ട്. ഇനി സ്കേഴ്സ്ലി നോക്കിയേ, സ്കേഴ്സ്ലി ഇവിടെ ആദ്യം വന്നത് കൊണ്ട് വി ഹാഡ് എന്നുള്ളതിന് എങ്ങനെയായി വന്നു? ഹാഡ് വി എന്നുള്ളതായി വന്നു അല്ലെ. അടുത്തതിന് നോ സൂണർ ആദ്യം വന്നത് കൊണ്ട് എന്തായി വന്നു? ഐ ഹാഡ് എന്നുള്ളതിന് ഹാഡ് ഐ എന്നുള്ളതായി വന്നു. സെൽഡം എന്ന് വന്നത് കൊണ്ട് ഇവിടെ എന്താ വന്നു? ഐ ഹാവ് എന്നുള്ളതിന് ഹാവ് ഐ എന്നായി വന്നു. നെവർ വന്നാലും അതുപോലെ തന്നെ നെവർ ഐ ഹാവ് സീൻ, നെവർ ഹാവ് ഐ സീൻ such an interesting, never have I seen such an interesting place. never have I എന്നേ പറയത്തുള്ളൂ. മനസ്സിലായോ? never have I അല്ലെ, I have എന്ന് പറയത്തില്ല. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, നോ സൂണർ എന്നോ ഹാർഡ്ലി സ്കേഴ്സ്ലി ബെയർലി റയർലി നെവർ സെൽഡം പോലുള്ള ആഡോബ്സ് ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നാൽ ആ സെന്റൻസിൽ സബ്ജക്ട് ഇൻവേർഷൻ സംഭവിച്ചിരിക്കണം. എന്താണ് സബ്ജക്ട് ഇൻവേർഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് മുന്നേ വരുന്നതിനെ വിളിക്കുന്ന പേരാണ് സബ്ജക്ട് ഇൻവേർഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ സാധാരണ ഒരു നോർമൽ സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റിന് ശേഷമായിരിക്കും ഓക്സിലറി വെർബ്. അതേസമയം ഇവിടെ ഇതേ സെന്റൻസിൽ ഈ നോ സൂണറോ ഹാർഡ്ലി ബെയർലി റയർലി സ്കേഴ്സ്ലി നെവറോ സെൽഡവോ ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നാൽ അവിടെ സബ്ജക്ട് ഇൻവേർഷൻ സംഭവിക്കുന്നു. അതായത് സബ്ജക്റ്റിന് തൊട്ട് മുന്നേ ഓക്സിലറി വെർബ് വരുന്നു. അതിനെ നമ്മൾ സബ്ജക്ട് ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. ഓക്സിലറി വെർബിന് ശേഷമാണ് സബ്ജക്റ്റ് വരുന്നത്. ഇത് ഓക്കെ അല്ലേ? ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മറ്റു കാര്യം എന്ന് പറയുന്നത്, ഈ ഹാർഡ്ലി ബെയർലി റയർലി സ്കേഴ്സ്ലിക്ക്, അതായത് ഹാർഡ്ലി ബെയർലി സ്കേഴ്സ്ലി, ഇവർക്ക് മൂന്ന് പേർക്കും ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വേർഡ് വെൻ ആയിരിക്കണം. എന്താണ്? ഹാർഡ്ലി ബെയർലി സ്കേഴ്സ്ലി എന്ന് പറയുന്ന ആഡോബ് വരുന്ന സെന്റൻസിൽ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ആരാണ് വരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വെൻ ആണ് വരേണ്ടത്. ഓക്കെ, ഇനി നോ സൂണർ വരുന്ന സെന്റൻസിലാണ് കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ദാൻ വരേണ്ടത്. നോ സൂണർ വരുന്ന സെന്റൻസിലാണ് എന്താണ് വരേണ്ടത്? ദാൻ വരേണ്ടത്. ഓക്കെ ആണോ? അപ്പം വെൻ ആരുടെ കണക്റ്റിംഗ് വേർഡ് ആണെന്ന് ചോദിച്ചാൽ ഹാർഡ്ലി ബെയർലി സ്കേഴ്സ്ലിയുടെ കണക്റ്റിംഗ് വേർഡ് ആണ് വെൻ എന്ന് പറയുന്നത്. അതേസമയം ദാൻ എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് നോ സൂണറിന്റെ ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താണ് സബ്ജക്ട് ഇൻവേർഷൻ എന്ന് വെച്ചാൽ ഓക്സിലറി വെർബ് കംസ് ബിഫോർ ദ സബ്ജക്ട്, ദാറ്റ്സ് കോൾഡ് സബ്ജക്ട് ഇൻവേർഷൻ. എപ്പോഴാണ് സബ്ജക്ട് ഇൻവേർഷൻ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നോ സൂണർ വെച്ചിട്ടോ ഹാർഡ്ലി ബെയർലി റയർലി സ്കേഴ്സ്ലി നെവർ സെൽഡം പോലുള്ള ആഡോബ്സ് ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നാൽ അവിടെ സബ്ജക്ട് ഇൻവേർഷൻ സംഭവിച്ചിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞത് ഹാർഡ്ലി ബെയർലി സ്കേഴ്സ്ലിയുടെ കണക്റ്റിംഗ് വേർഡ് വെൻ ആണ്. അതേസമയം നോ സൂണർ എന്ന് പറയുന്ന വേർഡിന്റെ ആഡ്വേർബിന്റെ കണക്റ്റിംഗ് വേർഡ് ദാനു ആണ്. ഓക്കെ, അപ്പൊ ഹാർഡ്ലി എന്ന് പറയുന്ന വേർഡ് വന്ന സെന്റൻസിൽ വെൻ എന്ന കണക്റ്റിംഗ് വേർഡ് വന്നു.
സ്കേഴ്സ്ലി വന്നപ്പോൾ ഇവിടെ വെൻ എന്ന് വന്നു. അതേസമയം നോ സൂണർ വന്നപ്പോൾ എന്താണ് വന്നത്? ദാൻ ആണ് വന്നത്. നെവറിനും സെൽഡത്തിനും നമ്മൾ കണക്ടിങ് വേർഡ് ആയിട്ട് ഒന്നും യൂസ് ചെയ്യാറില്ല. ഓക്കെ, നെവറിനും സെൽഡത്തിനും കണക്ടിങ് വേർഡ്സ് ആയിട്ട് നമ്മളൊന്നും യൂസ് ചെയ്യാറില്ല. ഓക്കെ, നോക്കി ഞാനിപ്പോ കൊടുത്തിട്ടുണ്ട്. ഹാർഡ്ലി, സ്കേഴ്സ്ലി ആൻഡ് ബെയർലി ആർ ഓൾവേസ് ഫോളോഡ് ബൈ കണക്ടിങ് വേർഡ് വെൻ, ബൈ നോ സൂണർ ഈസ് ഫോളോഡ് ബൈ ദാൻ. നോ സൂണർ ഈസ് ഫോളോഡ് ബൈ ദാൻ. ഓക്കെ ആണല്ലോ. അപ്പം വൺ ഓഫ് ദ റൂൾ എന്ന് പറഞ്ഞ് വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. ഇനി വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് ഹൂ, ദാറ്റ്, വിച്ച് പ്ലസ് പ്ലൂറൽ വെർബ്. ഒൺലി വൺ ഓഫ് ദ വന്നാല് പ്ലൂറൽ നൗൺ പ്ലസ് ഹൂ, ദാറ്റ്, വിച്ച് പ്ലസ് സിംഗുലർ വെർബ്. ഇനി രണ്ട് പാസ്റ്റ് ആക്ഷൻസ് വന്നാൽ ഏതൊക്കെ ടെൻസ് ഉപയോഗിച്ച് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം നടന്നതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചും രണ്ടാമത് നടന്നതിനെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചും പറയുക. അത് കഴിഞ്ഞ് പറഞ്ഞത് പൊസസീവ് അഡ്ജക്റ്റീവ്സ് ജെറണ്ടും ആണ് പറഞ്ഞത്. എന്താണ് ജെറണ്ട്? വെർബ് പ്ലസ് ing യൂസ്ഡ് ആസ് എ നൗൺ. ആരാണ് ജെറണ്ട് എന്ന് പറയുന്നത്? ജെറണ്ടിന് തൊട്ട് മുന്നേ ഒരു കാരണവശാലും ഒബ്ജക്റ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ഓൺലി പൊസസീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞത് ഹാർഡ്ലി, ബെയർലി, റയർലി, സ്കേഴ്സ്ലി, നോ സൂണർ, നെവർ, സെൽഡം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെന്റൻസ് വന്നാൽ അവിടെ എന്ത് സംഭവിച്ചിരിക്കണം? സബ്ജക്ട് ഇൻവേർഷൻ സംഭവിച്ചിരിക്കണം. സബ്ജക്ട് ഇൻവേർഷൻ സംഭവിക്കാന്ന് വെച്ചാൽ ഓക്സിലറി വെർബ് കംസ് ബിഫോർ ദ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ഓക്സിലറി വെർബിന് മുമ്പായിട്ട് വരിക എന്നുള്ളതാണ് സബ്ജക്ട് ഇൻവേർഷൻ. ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് മുന്നായിട്ട് കയറി വരണം. ഹാർഡ്ലി, ബെയർലി, സ്കേഴ്സ്ലിയുടെ കണക്ടിങ് വേർഡ് വെന്നും, നോ സൂണറിന്റെ കണക്ടിങ് വേർഡ് അത് ദാനും ആണ്. ഓക്കെ, ഒരു സെന്റൻസ് തന്നാൽ അത് ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. No sooner I closed the gate than the delivery boy came in. ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോ സൂണർ വെച്ചിട്ടാണ് അല്ലെ. നോ സൂണർ വെച്ചിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താല് അതിന്റെ റൂൾ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്, അതായത് നോ സൂണർ വന്നാൽ അവിടെ എന്ത് വന്നിരിക്കണം? നോ സൂണർ പ്ലസ് ഓക്സിലറി വെർബ് ആണ്, പിന്നെ കണക്ടിങ് വേർഡ് ആയിട്ട് ദാൻ വരികയും വേണം. ഇതല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. നോ സൂണർ കഴിഞ്ഞിട്ട് ഇവിടെ ഐ ആണ് വന്നിരിക്കുന്നത്. ഓക്സിലറി വെർബിന് പകരം ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഓക്സിലറി വെർബ് ഇല്ല. ഇവിടെ ഈ സബ്ജക്റ്റിന് ശേഷം ഓക്സിലറി വെർബ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ദാറ്റ് മീൻസ് ഇൻ ബിറ്റ്വീൻ ദ സബ്ജക്ട് ആൻഡ് ദ മെയിൻ വെർബ് ഓക്സിലറി വെർബ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഓക്സിലറി വെർബിനെ പിടിച്ച് നമുക്ക് ഇങ്ങോട്ടും ഇടാമായിരുന്നു. പക്ഷെ ഇവിടെ ഓക്സിലറി വെർബ് ഇല്ലല്ലോ. ഇവിടെ ഓക്സിലറി വെർബ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ശേഷം കൊടുത്തേക്കുന്ന മെയിൻ വെർബിനെ എടുക്കുക. ഓക്കെ, അതിന് ശേഷം കൊടുത്തിരിക്കുന്ന മെയിൻ വെർബ്, സബ്ജക്റ്റിന് ശേഷം കൊടുത്തിരിക്കുന്ന മെയിൻ വെർബിനെ എടുത്തിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യണം. മെയിൻ വെർബിനെ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ ക്ലോസ്ഡ് എന്ന് പറയുന്ന വെർബ്, അതിന് മുമ്പായിട്ട് നമുക്ക് മറ്റു വെർബുകളെയും നമുക്ക് V1നെയും V2നെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഏതൊക്കെ വെർബുകളെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? V1നെയും V2നെയും സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. V3യെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം V3യുടെ കൂടെ 24 മണിക്കൂർ ഓക്സിലറി വെർബും കാണും. ഇത് ഓക്സിലറി വെർബിന്റെ സഹായത്തോട് കൂടി മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ ആര്? V3 എന്ന് പറയുന്നത്. അതുകൊണ്ട് V3യുടെ കൂടെ ഓക്സിലറി വെർബ് ഉള്ളത് കൊണ്ട് V3യെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ക്ലോസ് എന്ന് പറയുന്ന ഈ V1നെ സ്പ്ലിറ്റ് ചെയ്താൽ ഇതിനകത്ത് SORES ഇല്ലല്ലോ. അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നത് ഡു ആണ്. അപ്പൊ ഡു പ്ലസ് ക്ലോസ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ക്ലോസസ് എന്ന് പറയുന്നതിനകത്ത് ES ഉണ്ടല്ലോ. SORES ഉള്ളത് കൊണ്ട് അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഓക്സിലറി വെർബ് ഡസ് ആണ്. ഡസ് പ്ലസ് ക്ലോസ് എന്ന് പറയുന്നു. ഏതൊരു V2നകത്ത് ഒളിഞ്ഞു കിടക്കുന്നത് ഡിഡ് ആണ്. ഏതൊരു V2നകത്ത് ഒളിഞ്ഞു കിടക്കുന്നത് ആരാണ്? ഡിഡ് ആണ്. അപ്പൊ ഡിഡ് പ്ലസ് ക്ലോസ് എന്ന് പറയുന്നു. നോക്കിയോ. ഓക്കെ, ഇനി ഞാൻ വേറെ വെർബാണെങ്കിൽ എഴുതി കാണിക്കാം. റൈറ്റ്, റൈറ്റ്സ്, റോട്ട്. ഇത് രണ്ടുപേര് V1 ആണ്, ഇയാള് V2 ആണ്. റൈറ്റ് എന്ന് പറയുന്നതിനകത്ത് SORES ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഓക്സിലറി വെർബ് ഡു ആണ്. ഡു പ്ലസ് പിന്നെ ബേസ് ഫോം ഓഫ് ദ വെർബ് എഴുതാവോ. ഡു പ്ലസ് റൈറ്റ്. പിന്നെ റൈറ്റ്സ് എന്ന് പറയുന്നതിനകത്ത് S ഉണ്ടല്ലോ. അതിനകത്ത് അതുകൊണ്ട് ഒളിഞ്ഞു കിടക്കുന്നത് ഡസ് ആണ്. ഡസ് പ്ലസ് പിന്നെ ബേസ് ആയിട്ടുള്ള റൈറ്റ് എന്ന് എഴുതാവൂ. ഏതൊരു V2നകത്ത് എപ്പോഴും ഒളിഞ്ഞു കിടക്കുന്നത് ഡിഡ് ആണ്. ഏത് V2 ആയിക്കോട്ടെ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നത് ഡിഡ് ആണ്. ഡിഡ് പ്ലസ് റൈറ്റ്. നോക്കിയേ,
ഇങ്ങനെയാണ് നമ്മൾ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിലറി വെർബിനെ കണ്ടെത്തുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, അതേപോലെ ഞാൻ വേറൊരെണ്ണം എഴുതി കാണിച്ചു തരാം. റണ്ണ്, ഡു പ്ലസ് റണ്ണ്, റാന്, റൺസ്, ഡസ് പ്ലസ് റണ്ണ്, റാന്, ഡിഡ് പ്ലസ് റണ്ണ്. കണ്ടോ, ഇങ്ങനെയാണ് വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ക്ലോസ്ഡ് ആണ് അല്ലെ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതാം ഞാൻ. നോ സൂണർ I closed the gate then the delivery boy came in. അപ്പൊ ഇവിടെ ക്ലോസ്ഡ് എന്ന് പറയുന്ന മെയിൻ വെർബ്, ഓക്സിലറി വെർബ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലോസ്ഡ് എന്ന് പറയുന്ന മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഡ് പ്ലസ് ക്ലോസ് എന്ന് കിട്ടും. ഡിഡ് പ്ലസ് ക്ലോസ്. അപ്പൊ ഓക്സിലറി വെർബിനെ കിട്ടിയല്ലോ നമുക്ക്. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടെത്തണം. അപ്പൊ എങ്ങനെ വരും ആൻസർ? നോ സൂണർ ഡിഡ് ഐ ക്ലോസ് ദ ഗേറ്റ്, പിന്നെ ക്ലോസ് എന്ന് എഴുതാവൂ. ഡിഡ് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് പിന്നെ നമ്മൾ ടീച്ചർ എഴുതിയപ്പോൾ ഡിഡ് പ്ലസ് ക്ലോസ് എന്നല്ല കിട്ടിയത്. പിന്നെ അതുകൊണ്ട് ക്ലോസ് ദ ഗേറ്റ്. നോ സൂണറിന്റെ കണക്റ്റിംഗ് വേർഡ് ആരുണ്ട്? ദാൻ ഉണ്ട്. ദാൻ ദ ഡെലിവറി ബോയ് came in. ഇങ്ങനെ വന്നു. അപ്പൊ ഇങ്ങനെയാണ് നോ സൂണറിന്റെ നോ സൂണറിൽ നോ സൂണർ വെച്ചിട്ടായാലും ഹാർഡ്ലി ബെയർലി റയർലി സ്കേഴ്സ്ലി വെച്ചിട്ടായാലോ ഇതേപോലുള്ള ആഡ്വർബ് സെന്റൻസിന് തുടക്കത്തിൽ വന്നാൽ ഓക്സിലറി വെർബ് തന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇതേപോലെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് പറഞ്ഞത്? ഹാർഡ്ലി ബെയർലി റയർലി സ്കേഴ്സ്ലി നോ സൂണർ എന്ന നെവറോ സെൽഡം പോലുള്ള ആഡ്വർബുകൾ ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നാൽ മീൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെന്റൻസ് വന്നാല് they are followed by auxiliary verb, that means before the subject. സബ്ജക്റ്റിന്റെ തൊട്ട് മുന്നേ എന്ത് വരണം? ഓക്സിലറി വെർബ് കയറി വരണം അല്ലേ. അതിനെ വിളിക്കുന്ന പേരാണ് സബ്ജക്ട് ഇൻവേർഷൻ. ഇനി ഹാർഡ്ലി ബെയർലി സ്കേഴ്സ്ലിയുടെ കണക്റ്റിംഗ് വേർഡ് എന്താണെന്ന് ചോദിച്ചാൽ അത് വെൻ ആണ്. ഓക്കെ, ഒരു കാരണവശാലും ദാൻ ഒക്കെ വെച്ച് അവർ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ തെറ്റാണ് കേട്ടോ. അപ്പം ഹാർഡ്ലി ബെയർലി സ്കേഴ്സ്ലിയുടെ കണക്റ്റിംഗ് വേർഡ് വെൻ ആണ്. അതേപോലെ നോ സൂണറിന്റെ കണക്റ്റിംഗ് വേർഡ് ദാനും ആണ്. ഓക്കെ, ഇനി ഓക്സിലറി വെർബ് തന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെന്റൻസിലെ സബ്ജക്റ്റിന് ശേഷം കിടക്കുന്ന മെയിൻ വെർബിനെ എടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കിയിട്ട് നമ്മൾ ഓക്സിലറി വെർബിനെ കണ്ടെത്തിയിട്ട് ആഡ്വർബ് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക. ദാറ്റ് മീൻസ് സബ്ജക്റ്റിന് തൊട്ട് മുന്നേ കൊണ്ടുപോയി കൊടുക്കുക. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇത് ഈ ഒരു റൂളും കൂടി ഉണ്ട്, അതും കൂടി നോക്കാം നമുക്ക്. റൂൾ നമ്പർ 11, ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് അതർ ആൻഡ് വൺ അനദർ. ഈച്ച് അതറും വൺ അനദറും നമ്മുടെ ഡിഫറൻസ് എന്താണ്? എന്താണ് ബിറ്റ്വീൻ എമംഗ് നമ്മുടെ ഡിഫറൻസ് എന്താണ്? അത് തന്നെയാണ് ഈ വൺ അനദറും ഈച്ച് അതറും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ബിറ്റ്വീൻ ഈസ് യൂസ്ഡ് ഫോർ ടു ആൻഡ് എമംഗ് ഈസ് യൂസ്ഡ് ഫോർ മോർ ദാൻ ടു എന്നാണ്. അതേപോലെ തന്നെയാണ് ഈച്ച് അതർ ഈസ് യൂസ്ഡ് ഫോർ ടു ആൻഡ് വൺ അനദർ ഈസ് യൂസ്ഡ് ഫോർ മോർ ദാൻ ടു എന്നാണ്. ഓക്കെ, നോക്കിയോളാം. There is a very little difference between each other and one another. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇവര് തമ്മിലുള്ളത് എന്ന് പറയുന്നത്. നോക്കാം. ഈച്ച് അതർ ഈസ് ജനറലി യൂസ്ഡ് ഫോർ ടു പീപ്പിൾ. രണ്ടു പേർക്ക് വേണ്ടി മാത്രം, രണ്ടുപേരുള്ളെന്നുണ്ടെങ്കിൽ മാത്രമാണ്, ടു പീപ്പിൾ ഉള്ളെങ്കിൽ മാത്രമാണ് നമ്മൾ ഈച്ച് അതർ യൂസ് ചെയ്യുന്നത്. വൈൽ വൺ അനദർ ഈസ് യൂസ്ഡ് ഫോർ മോർ ദാൻ ടു പീപ്പിൾ. രണ്ടിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തേ യൂസ് ചെയ്യാവുള്ളൂ? വൺ അനദർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ടു സ്റ്റുഡൻസ് ഫൈറ്റ് ഡാഷ്. ഈച്ച് അതർ ആണ് വൺ അനദർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈച്ച് അതർ ആണ്. കാരണം ടു സ്റ്റുഡൻസ്, രണ്ട് കുട്ടികൾ തമ്മിലാണ് ഫൈറ്റ് ചെയ്യുന്നത് അല്ലെ. ടു സ്റ്റുഡൻസ് ഫൈറ്റ് ഈച്ച് അതർ. നെക്സ്റ്റ്, ഓൾ സിറ്റിസൺസ് ഷുഡ് ലവ് ഈച്ച് അതർ. ഓൾ സിറ്റിസൺസ് ഷുഡ് ലവ് ഈച്ച് അതർ എന്ന്. ഓൾ സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ എല്ലാ പൗരന്മാരും, ദാറ്റ് മീൻസ് മോർ ദാൻ ടു ഇല്ലേ. അപ്പൊ ഈച്ച് അതർ ആണോ വരേണ്ടത്? വൺ അനദർ ആണോ? മോർ ദാൻ ടു ഉണ്ട്, രണ്ടിൽ കൂടുതലുണ്ട് അല്ലെ. അപ്പൊ ഈച്ച് അതർ വന്നാൽ തെറ്റാണ്. അപ്പൊ ഈ സെന്റൻസ് തെറ്റാണ്. അപ്പൊ എങ്ങനെ പറയണം? ഓൾ സിറ്റിസൺ ഷുഡ് ലവ് വൺ അനദർ എന്ന് പറയണം. ഓക്കെ, okay, in the first sentence all citizens refer to more than two people, so each other should be replaced by
വൺ അനദർ. ഓൾ സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 2 പീപ്പിൾ ഉണ്ട്, രണ്ടിൽ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട് അതിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വൺ അനദർ യൂസ് ചെയ്യുക. ഈച്ച് അതർ ഈസ് യൂസ്ഡ് ഫോർ 2 ആൻഡ് വൺ അനദർ ഈസ് യൂസ്ഡ് ഫോർ മോർ ദാൻ 2 എന്നാണ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ ആണ്. അപ്പൊ വാട്ട് ഈസ് ഇതേ ഡിഫറൻസ് തന്നെയാണ് ഈച്ച് എമങ്ങും ബിറ്റ്വീനും തമ്മിലുള്ള ഡിഫറൻസ്. ബിറ്റ്വീൻ ഈസ് യൂസ്ഡ് ഫോർ 2, എമങ് ഈസ് യൂസ്ഡ് ഫോർ മോർ ദാൻ 2. അതേ ഡിഫറൻസ് തന്നെയാണ് ഈച്ച് അതറും വൺ അനദറും തമ്മിലുള്ള ഡിഫറൻസ്. ഈച്ച് അതർ ഈസ് യൂസ്ഡ് ഫോർ 2 ആൻഡ് വൺ അനദർ ഈസ് യൂസ്ഡ് ഫോർ മോർ ദാൻ 2. ബിറ്റ്വീൻ ഈസ് യൂസ്ഡ് ഫോർ 2 ആൻഡ് എമങ് ഈസ് യൂസ്ഡ് ഫോർ മോർ ദാൻ 2. അപ്പൊ ഇത്രയും റൂൾസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം. ആദ്യം പറഞ്ഞത് വൺ ഓഫ് ദ റൂൾ ആണ് അല്ലേ? എല്ലാം ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. വൺ ഓഫ് ദ റൂൾ ആണ്. വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. വൺ ഓഫ് ദ വന്നാല് പ്ലൂറൽ നൗണും സിംഗുലർ ആയിട്ടുള്ള വെർബും വേണം യൂസ് ചെയ്യാൻ. അപ്പൊ വൺ ഓഫ് ദ വന്നാല് പ്ലൂറൽ ആയിട്ടുള്ള നൗണും സിംഗുലർ ആയിട്ടുള്ള വെർബും വേണം നമ്മൾ യൂസ് ചെയ്യാൻ. വൺ ഓഫ് ദ വന്നാല് പ്ലൂറൽ ആയിട്ടുള്ള നൗണിന് ശേഷം ഹൂവോ വിച്ചോ ദാറ്റോ വന്നാല് പ്ലൂറൽ ആയിട്ടുള്ള വെർബ് വേണം യൂസ് ചെയ്യാൻ. എന്താണ്? വൺ ഓഫ് ദ വന്നാല് പ്ലൂറൽ നൗൺ വന്നാല് ഹൂവോ വിച്ചോ ദാറ്റോ വന്നാല് പ്ലൂറൽ ആയിട്ടുള്ള വെർബ് വേണം യൂസ് ചെയ്യാൻ. ഇനി ശ്രദ്ധിക്കുക, ഒൺലി വൺ ഓഫ് ദ വന്നാല് പ്ലൂറൽ നൗൺ വന്നാല് ഹൂവോ വിച്ചോ ദാറ്റോ വന്നാൽ പിന്നെ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ഒൺലി വൺ ഓഫ് ദ വന്നാല് പ്ലൂറൽ നൗണിന് ശേഷം ഹൂവോ ദാറ്റോ വിച്ചോ വന്നാല് പിന്നീട് സിംഗുലർ ആയിട്ടുള്ള വെർബ് വേണം യൂസ് ചെയ്യാൻ. രണ്ട് പാസ്റ്റ് ആക്ഷൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, രണ്ട് പാസ്റ്റ് ആക്ഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പാസ്റ്റ് ആക്ഷൻസ്, അത് രണ്ടും കഴിഞ്ഞ പ്രവർത്തികളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ട് കഴിഞ്ഞ പ്രവർത്തികളെയും നമ്മൾ ഏതൊക്കെ ടെൻസ് ഉപയോഗിച്ച് മെൻഷൻ ചെയ്യുമെന്ന് നോക്കാം. ആദ്യം നടന്ന പ്രവൃത്തി, അതായത് രണ്ട് പാസ്റ്റ് ആക്ഷൻസിൽ ആദ്യം നടന്ന പ്രവൃത്തി ഏതാണെന്ന് നോക്കാം. ആദ്യം നടന്ന പ്രവൃത്തിയെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ച് പറയുകയും രണ്ടാമത് നടന്ന പ്രവൃത്തിയെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് പറയുകയും ചെയ്യാം. പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. സിമ്പിൾ പാസ്റ്റ് എന്നുള്ളത് സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ ആണ്. അപ്പൊ രണ്ട് പാസ്റ്റ് ആക്ഷൻസ് വന്നാല് ആദ്യം നടന്ന പ്രവൃത്തിയെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചും രണ്ടാമത് നടന്ന പ്രവൃത്തിയെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചും പറയുക. ഓക്കെ, അതാണ് 7th വൺ. 8th വൺ എന്ന് പറയുന്നത് ജെറണ്ട് എന്താണെന്ന് പറഞ്ഞു. എന്താണ്? വെർബ് പ്ലസ് ING യൂസ്ഡ് ആസ് എ നൗൺ ഈസ് കോൾഡ് ജെറണ്ട്. അതായത് വെർബിന്റെ കൂടെ ING ചേരുകയും അതിനെ നൗൺ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ജെറണ്ട്. ജെറണ്ടിന്റെ തൊട്ട് മുന്നേ ഒരു കാരണവശാലും ഒബ്ജക്റ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ഓൺലി പൊസസീവ് അഡ്ജക്റ്റീവ്സ്. പൊസസീവ് അഡ്ജക്റ്റീവ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി ADVI CEയിലും SCയിലും അവസാനിക്കുന്ന വേർഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരാൾ നൗണും ഒരാൾ വെർബും ആണ്. CEയിൽ അവസാനിക്കുന്ന ആളിനെ നമ്മൾ നൗൺ എന്നും SEയിൽ അവസാനിക്കുന്ന ആളിനെ നമ്മൾ വെർബായിട്ടും നമ്മൾ യൂസ് ചെയ്യുക. ഇനി ബിലീഫും ബിലീവും നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ബിലീഫ് എന്ന് പറയുന്ന വേർഡ് നൗണും ബിലീവ് എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ വെർബായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ CEയിൽ അവസാനിക്കുന്ന ആള് നൗണും SEയിൽ അവസാനിക്കുന്ന ആള് വെർബും ആണ്. ഇനി നോ സൂണർ, ഹാർഡ്ലി, ബെയർലി, റയർലി, സ്കേഴ്സ്ലി, നെവർ, സെൽഡം പോലുള്ള ആഡ് വെർബുകൾ ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നാൽ, ദാറ്റ് മീൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെന്റൻസ് വന്നാൽ ദേ ആർ ഓൾവേസ് ഫോളോഡ് ബൈ എ സിംഗുലർ, ദേ ആർ ഓൾവേസ് ഫോളോഡ് ബൈ ഓക്സിലറി വെർബ് അല്ലെ? അതായത് അവിടെ സബ്ജക്റ്റിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ എന്ത് പറയണം? ഓക്സിലറി വെർബുകൾ കയറി വരണം. ഹാർഡ്ലി, ബെയർലി, സ്കേഴ്സ്ലിയുടെ കണക്റ്റിംഗ് വേർഡ് എന്ന് പറയുന്നത് വെൻ ആണ്. നോ സൂണറിന്റെ കണക്റ്റിംഗ് വേർഡ് എന്ന് പറയുന്നത് ദാൻ ആണ്. പിന്നെ സെൽഡത്തിനും നെവറിനും എന്ത് നമ്മൾ യൂസ് ചെയ്യാറില്ല, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കണക്റ്റിംഗ് വേർഡിന് ആവശ്യമില്ല. ഓക്കെ, ഇനി ഒരു സെന്റൻസിൽ ഓക്സിലറി വെർബുകൾ തന്നിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഐ ഹാവ് എന്നായിരുന്നെങ്കിൽ ഹാവ് ഐ എന്ന് പിടിച്ചിങ്ങനെ തിരിച്ചിടാമായിരുന്നു. ഐ ഡു എന്നുണ്ടായിരുന്നെങ്കിൽ അതിനെ നമുക്ക് ഡു ഐ എന്ന് ഇങ്ങനെ പിടിച്ചിടാം. ഓക്കെ, ഇനി ഐ ഡിഡ് എന്നുണ്ടായിരുന്നെങ്കിൽ ഐ ഡിഡ് ഐ എന്നാക്കാമായിരുന്നു. ഐ ഹാഡ് എന്നുണ്ടായിരുന്നെങ്കിൽ ഹാഡ് ഐ എന്നാക്കാമായിരുന്നു. ഇനിയിപ്പം തന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഓക്സിലറി വെർബ് ആ സെന്റൻസ് തന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സെന്റൻസിലെ മെയിൻ വെർബിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ആ മെയിൻ വെർബിനകത്തുനിന്ന് തന്നെ നമ്മൾ എന്തിനെ കണ്ടെത്തണം? ഓക്സിലറി വെർബിനെ കണ്ടെത്തണം. ഓക്കെ ആണല്ലോ? ഓക്സിലറി വെർബിനെ കണ്ടെത്തുന്നത് V1നെയും V2നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. V3 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പൊ റൈറ്റ് എന്ന് പറയുന്ന വെർബിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡു പ്ലസ് റൈറ്റ് എന്ന് വരുന്നു. റൈറ്റ്സിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡസ് പ്ലസ് റൈറ്റ് എന്ന് വരുന്നു.
റോട്ട് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് റൈറ്റ് എന്ന് വരുന്നു അല്ലെ. സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ബേസ് ഫോം ഓഫ് ദ വെർബേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ പഠിച്ചത് ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് അതർ ആൻഡ് വൺ അനദർ ആണ് പഠിച്ചത്. ഈച്ച് അതർ ഈസ് യൂസ്ഡ് ഫോർ ടു ആൻഡ് വൺ അനദർ ഈസ് യൂസ്ഡ് ഫോർ മോർ ദാൻ ടു എന്നാണ്. ബിറ്റ്വീൻ എമങ്ങുമ്പോൾ അതേ ഡിഫറൻസ് ആണ് ഈച്ച് അതറും വൺ അനദറും തമ്മിലുള്ള ഡിഫറൻസ്. ഈച്ച് അതർ രണ്ടെണ്ണത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുവെങ്കിൽ വൺ അനദർ എന്തിനു യൂസ് ചെയ്യണം? മോർ ദാൻ ടുവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇതാണ് ഈച്ച് അതറും വൺ അനദറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതേ ഡിഫറൻസ് തന്നെയാണ് ബിറ്റ്വീനും എമങ്ങും തമ്മിലെന്ന് പറയുന്നത്. ബിറ്റ്വീൻ ഈസ് യൂസ്ഡ് ഫോർ ടു ആൻഡ് എമങ് ഈസ് യൂസ്ഡ് ഫോർ മോർ ദാൻ ടു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. 6 to 11 റൂൾ വരെയാണ്. ദാറ്റ് മീൻസ് 6 റൂൾസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓരോന്നിനകത്തും ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക ഓരോന്നും. ഓക്കെ ആണല്ലോ. രണ്ട് പാസ്റ്റ് ആക്ഷൻസ് വന്നാല് ഏതൊക്കെ ടെൻസ് ഉപയോഗിച്ച് പറയണം? ഫസ്റ്റ് വൺ പാസ്റ്റ് പെർഫെക്റ്റിലും സെക്കൻഡ് വൺ സിമ്പിൾ പാസ്റ്റിലും. ജെറണ്ടിന്റെ തൊട്ട് മുന്നേ പൊസസീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ജെറണ്ട് മീൻസ് വെർബ് പ്ലസ് ing used as a noun. പൊസസീവ് അഡ്ജക്റ്റീവ്സ് മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ദെയർ, ഇറ്റ്സ്. ഒരു കാരണവശാലും ഒബ്ജക്റ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യാൻ പാടില്ല. സിഇയിലും എസ്-യിലും അവസാനിക്കുന്ന വേർഡുകൾ തമ്മിലുള്ള ഡിഫറൻസ്. സിഇയിൽ അവസാനിക്കുന്ന ആള് നൗണും എസ്-യിൽ അവസാനിക്കുന്ന ആള് വെർബുമാണ്. ബിലീഫ് എന്ന് പറയുന്ന വേർഡ് നൗണും ബിലീവ് എന്ന് പറയുന്ന ആള് വെർബുമാണ്. No sooner, hardly, barely, rarely, scarcely, never, seldom പോലുള്ള adverb at the beginning of the sentence വന്നാല് it must be followed by an auxiliary verb before the subject. അതായത് subject inversion follow ചെയ്യണം. auxiliary verb subject മുന്നേ വരണം. ഹാർഡ്ലി, ബെയർലി, റയർലി, സ്കേഴ്സ്ലിയുടെ കണക്റ്റിംഗ് വേർഡ് വെൻ ആണ്. നോ സൂണറിന്റെ കണക്റ്റിംഗ് വേർഡ് ദാനു ആണ്. ഓക്കെ, ഓക്സിലറി വെർബ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് എടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ വെർബിനെ എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഓക്സിലറി വെർബിനെ കണ്ടെത്തണം. Then next one, each other, one another തമ്മിലുള്ള ഡിഫറൻസ്. each other is used for two and one another is used for more than two. അപ്പൊ ഇത്രയും റൂൾസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ടോട്ടലി നമ്മൾ 11 റൂൾസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 1 to 5 റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, 5 റൂൾസ്. ഇന്നത്തെ ക്ലാസ്സിൽ 6 റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ നമ്മൾ ഇതുവരെ 16 റൂൾസ് ആണ്, അല്ല സോറി 11 റൂൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയും റൂൾസിലും ഒന്നും ഡൗട്ട് ഇല്ലാന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ഓക്കെ.